അയ്യാ വണക്കം. ദിലീപിൻ്റെ കേസ് അതാണല്ലോ ഇന്നത്തെ ട്രെൻഡിങ് വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ദിലീപിൻ്റെ കേസ് എന്താണെന്നൊന്ന് നോക്കാം. അതായത് ദിലീപ് ഇന്ന് കുറ്റവിമുക്തനായിരിക്കുകയാണ്. 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ദിലീപിനെ ഇന്ന് കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. പക്ഷേ ദിലീപ് കുറ്റവിമുക്തനാക്കിയിട്ടും അയാളെ ഒരു കുറ്റവാളിയെപ്പോലെയാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഓശാന പാടുന്ന ചില ഫെമിനിസ്റ്റുകളും ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരിൽ ദിലീപിനെ അനുകൂലിക്കുന്നവരുണ്ടായിരിക്കാം, ദിലീപിനെ പ്രതികൂലിക്കുന്നവരുണ്ടായിരിക്കാം. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള റീസൺസ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. ഇവരെല്ലാം ദിലീപിന് ഭയങ്കര എതിരാണ്. ദിലീപ് അത് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവരോട് വളരെ ലോജിക്കലി ചോദിച്ചു, ദിലീപ് എന്തുകൊണ്ടത് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു. അത് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ദിലീപ് ചെയ്തു. എന്താണ് കാരണം? കാരണം പറയൂ. ദിലീപ് മഞ്ജു വാര്യരെ ഉപേക്ഷിച്ചില്ലേ? അതുകൊണ്ട് ദിലീപ് മഞ്ജു വാര്യരെ ഉപേക്ഷിച്ചുകൊണ്ട് എന്താണിപ്പോൾ? എന്നിട്ട് കാവ്യമാധവനെ കെട്ടിയില്ലേ? അതുകൊണ്ട് എന്താണ്? അല്ല, മഞ്ജു വാര്യരെ ഉപേക്ഷിച്ച് കാവ്യമാധവനെ കെട്ടുന്ന ഒരു ആൾ അത്ര മാന്യനായിട്ടുള്ളൊരു വ്യക്തിയല്ല. അങ്ങനെ മാന്യനല്ലാത്തൊരു വ്യക്തിയാണ് ദിലീപ് എന്ന് ഇതിലൂടെ തന്നെ തെളിഞ്ഞില്ല. അപ്പോൾ ദിലീപ് അത് ചെയ്ത് കാണും എന്നാണ് ഇവരുടെ വാദം എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം. അതായത് ദിലീപ് മഞ്ജു വാര്യരെ ഉപേക്ഷിച്ച് കാവ്യമാധവനെ വിവാഹം കഴിച്ചു. ദിലീപ് മഞ്ജു വാര്യരെ ചതിച്ചു, ദിലീപ് മഞ്ജു വാര്യരെ വഞ്ചിച്ചു, എന്നിട്ട് കാവ്യമാധവനെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് ഈ ഭൂരിഭാഗം ജനങ്ങളുടെയും പ്രശ്നമെന്ന് പറയുന്നത്. അതവരുടെ കുടുംബ പ്രശ്നം. ഇത് ദിലീപിൻ്റെ കുടുംബത്തിൽ മാത്രം നടക്കുന്നൊരു സംഭവമല്ലല്ലോ. അതായത് ഒരു ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരാളെ വിവാഹം കഴിക്കുക എന്നുള്ളത് സമൂഹത്തിൽ അച്ചം പുച്ഛം നടക്കുന്നുണ്ട് ഈ കാര്യം എന്ന് പറയുന്നത്. ഞാൻ വെറുതെ പറയുകയല്ല, അച്ചം പുച്ഛം. നാളെ നിങ്ങളുടെ കുടുംബത്തിലും ഇത് സംഭവിക്കാം, ആരുടെ കുടുംബത്തിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പല കാരണങ്ങൾ കൊണ്ട് ഡിവോഴ്സ് ആവുന്ന കുടുംബങ്ങളുണ്ട്. യോജിച്ച് പോവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡിവോഴ്സ് ആവുന്ന കുടുംബങ്ങളുണ്ട്, ഇല്ലേ? അങ്ങനെയുള്ള ആൾക്കാർ മ്യൂച്വൽ റെസ്പെക്റ്റ് ഇട്ട് പിരിയും. അല്ലാത്ത ആൾക്കാർ പരസ്പരം അടികൂടി പിരിയും. അല്ലാത്ത ആൾക്കാർ വെട്ടും കുത്തും കൊലപാതകത്തിലും കൊണ്ട് ഇത് എത്തിക്കും. അങ്ങനെയല്ലാത്ത ചില ആൾക്കാരുണ്ട്, തേർഡ് പാർട്ടി ഇടപെടിയിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം വച്ചിട്ടല്ല നമ്മൾ ഈ കേസിനെ വിലയിരുത്തേണ്ടത് എന്നാണ് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം. അതവിടെ നിൽക്കട്ടെ, അതുണ്ട്, പക്ഷേ അതവിടെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ദിലീപ്, മഞ്ജു വാര്യർ, കാവ്യമാധവൻ, നമ്മുടെ മാധ്യമങ്ങളുണ്ടല്ലോ, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണല്ലോ, നമ്മുടെ മാധ്യമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്ന സംഭവം എന്നറിയാമോ? അത് നമ്മുടെ ജനങ്ങളുടെ കൂടെ ഒരു താല്പര്യത്തിനനുസരിച്ചാണല്ലോ റേറ്റിംഗ് വരുന്നത്. നമ്മുടെ ജനങ്ങൾക്കും മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കാൻ വലിയ ഇഷ്ടമെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു ഇത് നമുക്കറിയണം. ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാനുള്ളൊരു ത്വരയുണ്ട്. അപ്പോൾ അങ്ങനെ അറിയാനുള്ള ത്വരയുള്ളത് കൊണ്ടാണ് ഈ ദിലീപ് മഞ്ജു വാര്യരെ പിരിഞ്ഞതിന് ശേഷം കാവ്യമാധവനെ വിവാഹം കഴിച്ചല്ലോ. അന്ന് ദിലീപ് രാവിലെ ഒരു ഫേസ്ബുക്ക് ലൈവാണ് ഇട്ടതെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ദിലീപ് എന്ന് പറഞ്ഞു, ഞാൻ കാരണം ജീവിതം നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ വിവാഹം കഴിക്കുകയാണ് എന്ന് ദിലീപ് പറഞ്ഞ അതിന് അതിഭീകരമായിട്ടുള്ള റേറ്റിംഗ് ആയിരുന്നു. അതിന് മാത്രമല്ല അതിഭീകരമായിട്ടുള്ള റേറ്റിംഗ്, ആ കാര്യത്തിലൊക്കെ പൃഥ്വിരാജ് വളരെയധികം മിടുക്കനാണ് കേട്ടോ. ഇപ്പോൾ ഈ പൃഥ്വിരാജ് വളരെയധികം മിടുക്കനാണെന്ന് ഞാൻ പറയാനുള്ളൊരു കാര്യം, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സബ്സിഡറി ആയിട്ട് ജേർണലിസമാണ് എടുത്തത്. അന്ന് തന്നെ ജേർണലിസം പഠിപ്പിക്കാനായിട്ട് ഒരു മാധ്യമ പ്രവർത്തകർ വന്നു. പേരൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ പൃഥ്വിരാജിൻ്റെ വിവാഹം ഉണ്ടല്ലോ, സുപ്രിയ മേനോനുമായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ വിവാഹം, ആ വിവാഹം ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അതിലെനിക്ക് പൃഥ്വിരാജിനോട് വളരെയധികം റെസ്പെക്റ്റ് ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ. കാരണം മാധ്യമപ്രവർത്തകരെ അടുപ്പിച്ചില്ല. മാധ്യമപ്രവർത്തകരെ അവിടെ കവർ ചെയ്യാൻ ചെന്നിട്ട് മാധ്യമപ്രവർത്തകർ വെറുതെ എന്തിനാണ് ഇവർ കവർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വിവാഹം കവർ ചെയ്യുക എന്നുള്ളതല്ല ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിച്ച് അലക്കി എന്ത് ചെയ്യുക, റേറ്റിംഗ് കൂട്ടുക. ഇതാണ് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിൽ ഈ പൃഥ്വിരാജിനെ കിട്ടുന്നേ ഇല്ല. അന്ന് എന്നെ പഠിപ്പിക്കാൻ വന്ന ഈ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടർ ചാനലിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഈ പൃഥ്വിരാജിൻ്റെ വിവാഹം നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോയപ്പോൾ അത് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല എവിടെയാണെന്ന്. പിന്നെ ഇവർ ഉപയോഗിച്ചൊരു തന്ത്രമുണ്ട്. ഇവരുപയോഗിച്ച തന്ത്രം, അവിടെയുള്ള ഈ പാലൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതൊരു റൂറൽ ഏരിയ ആണെന്നാണ് അന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ പാല് പോയിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ച് അങ്ങനെ സ്ഥലം കണ്ടുപിടിച്ച്, മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെയുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്, അങ്ങനെ പോയി സ്ഥലം കണ്ടുപിടിച്ച് അകത്തേക്ക് കയറിയപ്പോൾ ഇവർ ഈ വിഷയം അറിഞ്ഞപ്പോൾ ഇവർ പബ്ലിക്കായിട്ടൊരു അനൗൺസ്മെൻറ്റ് നടത്തി എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ദയവായി ഒന്ന് പുറത്ത് പോകണം, ഇത് ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ഫംഗ്ഷനാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്തിറക്കി വിട്ടു എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഞാനന്ന് ക്ലാസ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുപോലെ സമാനമായിട്ടുള്ള രീതിയിൽ
ഭയങ്കരമായിട്ട് റേറ്റിംഗ് കിട്ടുന്ന സംഭവമാണ് ഇതൊക്കെ. അപ്പോൾ ദിലീപ് നല്ലൊരു ഉണക്കത്തം കാണും. അപ്പോൾ ദിലീപിനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്ക് കൂടെ ഇഷ്ടമാണ് കേട്ടോ. അത് ഉദാഹരണത്തിന് ഒരു പ്രോഡക്റ്റിന് ആൾക്കാർ മേടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ മുതലാളി ആ പ്രോഡക്റ്റ് ഇറക്കണമെങ്കിൽ അത് മേടിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടാണല്ലോ. അതായത് ഞാനടക്കമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ്. ഇഷ്ടമല്ലാന്ന് പല ആൾക്കാരും വന്നിരുന്ന് താഴെ കമൻ്റ് ഇടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവന്മാരെല്ലാം ഇത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അന്യൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നുവെന്ന് ചകഞ്ഞുകൊണ്ടിരിക്കുന്ന ടീം തന്നെയാണ്. അങ്ങനെ അല്ലാത്ത വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മുടെ സമൂഹത്തിലുള്ളൂ. അപ്പോൾ ഇതാണ് വിഷയം എന്ന് പറയുന്നത്. അതൊക്കെ അവിടെ നിന്നോട്ടെ. അതിനിടയിലാണ് ഈ കാവ്യമാധവനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ശേഷമാണ് 2017 ഒരു നടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത് ആരാണ്? കൂട്ടബലാത്സംഗം ചെയ്യുന്നു. കൂട്ടബലാത്സംഗം ചെയ്യുന്നത് പൾസർ സുനി എന്ന് പറയുന്ന ഒരു റേപ്പിസ്റ്റാണ്. ഇവൻ ഇതിനു മുമ്പും നടിമാരെ കൊണ്ടുപോയി ഇതുപോലെ റേപ്പ് ചെയ്ത് പണം ചോദിക്കുക, ബാക്കിയുള്ള ആൾക്കാരെ കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ടൈം ലൈനുള്ളൊരു വേട്ടാവളിയനാണ് ഈ പൾസർ സുനി എന്ന് പറയുന്നത്. ബോൺ ക്രിമിനലാണ് പൾസർ സുനി. അവസാനം ഈ നടിയെ പീഡിപ്പിച്ച ശേഷം ദൃശ്യങ്ങൾ പകർത്തുന്നു. ദൃശ്യങ്ങൾ പകർത്തി കഴിഞ്ഞ ശേഷം ഈ നടി എന്ത് ചെയ്യുന്നു? തെരുവിൽ ഉപേക്ഷിക്കുന്നു. ഈ നടി അവിടെ നിന്നും വണ്ടി പിടിച്ച് നേരെ ഒരു പ്രമുഖ നടൻ്റെ വീട്ടിലേക്ക് വരുന്നു, ലാലിൻ്റെ വീട്ടിലേക്ക് വരുന്നു. ലാലിൻ്റെ വീട്ടിലേക്ക് വന്ന ശേഷം ലാൽ ഇതൊരു പൊളിറ്റീഷ്യനെ വിളിച്ച് പറയുന്നു. അങ്ങനെയാണ് ഈ കേസ് അങ്ങ് പുറത്താകുന്നത്. പൾസർ സുനി വിചാരിച്ചത് യഥാർത്ഥത്തിൽ ഇവരിത് പുറത്ത് പറയില്ല, ഇത് വെച്ച് ഇവരെ ഭീഷണിപ്പെടുത്താം, ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വേണമെങ്കിൽ ഭീഷണിപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയത്. നമ്മുടെ ജയിലർ സിനിമയിൽ ഒരു സീനുണ്ടല്ലോ. ജയിലർ സിനിമയിൽ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനാണ് രജനീകാന്ത്. അപ്പോൾ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായിട്ടുള്ള രജനീകാന്ത് അദ്ദേഹം യോഗി ബാബുവിനോട് പറയും. അതായത് ഒരുത്തനെ കൊന്നിട്ട് വരും രജനീകാന്ത്. ഒരുത്തനെ കൊന്നിട്ട് വരുമ്പോൾ രജനീകാന്തിൻ്റെ കയ്യിൽ ബ്ലഡ് കാണുമ്പോൾ യോഗി ബാബു പറയും, ഞാനിപ്പോൾ ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി പറയുമെന്ന് പറയും. നീ പോയി പറഞ്ഞാൽ ആദ്യം നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് യോഗി ബാബു പറയും. അതെന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? നീയല്ലേ എന്നോട് കൊല്ലാൻ പറഞ്ഞത്? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ, പക്ഷെ ഞാൻ അങ്ങനെ പോലീസിനോട് പറയും എന്ന് പറയും. അതുപോലെയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഈ പൾസർ സുനി നടിയെ പീഡിപ്പിച്ച് കഴിഞ്ഞ ശേഷം ഈ നടിയുമായി ബന്ധപ്പെട്ട ഒരാളാണ് ഈ നടിയെ പീഡിപ്പിക്കാൻ എനിക്ക് കൊട്ടേഷൻ തന്നത് എന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്നും കാശ് മേടിക്കാനായിട്ട് സാധിക്കും. ഇതായിരിക്കണം പൾസർ സുനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ കേരള പോലീസിന് ഈ ബുദ്ധിയൊന്നും പോയില്ല. കേരള പോലീസ് മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ഒരു വാക്ക്, അതിന്ന് ദിലീപ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മഞ്ജു പറഞ്ഞൊരു കാര്യത്തിലാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തം, എന്നെ കൊടുക്കാനുള്ള ഗൂഢാലോചന. ദിലീപ് ആദ്യമായിട്ടാണ് മഞ്ജു വാര്യരുടെ പേര് പറയുന്നത്. ഗൂഢാലോചന ഇപ്പം നമ്മുടെ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് ദിലീപിൻ്റെ മട്ടും ഭാവവും മാറിയത് കണ്ടില്ലേ, ഇനി ദിലീപിൻ്റെ ഇര മഞ്ജു വാര്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ. ഇവർക്ക് ഈ വിഷയം എങ്ങനെയെങ്കിലും കഞ്ഞി കുടിക്കാനുള്ള വകയാണ്. എടാ, നീയൊക്കെ മാധ്യമപ്രവർത്തകനാണോ അതേ പിമ്പുകളാണോ? എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോഴും നടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8 കൊല്ലം ദിലീപ് നിയമപരമായിട്ട് പോരാടി. 8 കൊല്ലം. ഈ 8 കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സമയമല്ലല്ലോ. അത്ര പെട്ടെന്ന് എടുപിടിയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ 8 കൊല്ലം പോരാടി കഴിഞ്ഞ ശേഷം ദിലീപിൻ്റെ രക്തം, മലം, മൂത്രം, കഫം എല്ലാം എടുത്ത് പരിശോധിച്ചു. അതായത് ഒരു മനുഷ്യൻ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പ്രൈവസി എന്ന് പറയുന്ന അവൻ്റെ മൗലിക അവകാശമാണ്. ദിലീപ് വാട്സപ്പിലൊരു കോൾ ചെയ്താൽ പോലും, നമുക്കറിയാം വാട്സപ്പിലെ കോൾ റെക്കോർഡ് ചെയ്യാനൊന്നും ആ സമയത്ത് സംവിധാനമൊന്നും ഇല്ലായിരുന്നു. ആ വാട്സപ്പിലൊരു കോൾ ചെയ്താൽ പോലും ആ വാട്സപ്പിലെ കോൾ പോലീസ് റെക്കോർഡ് ചെയ്തെടുക്കുമായിരുന്നു. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇതൊരു മൗലിക അവകാശമായിട്ടുള്ള. പിന്നെ ഈ ഇവന്മാർ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് കുറ്റാരോപിതനാണ്, കുറ്റം തെളിയുന്നത് വരെ കുറ്റാരോപിതനാണ്. ദിലീപിൻ്റെ വിഷയത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ദിലീപ് ഇത് ചെയ്തു എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. പോരാത്തതിന് ദിലീപിൻ്റെ വീട്ടിൽ കയറി പരിശോധിച്ചു, വീട് കുത്തി തുറന്ന് പരിശോധിച്ചു, ദിലീപ് പോകുന്നിടം എല്ലാം പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോഴാണ് ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കിട്ടിയത്. ഈ ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞാൽ ദിലീപിനോട് വലിയ വ്യക്തി വൈരാഗ്യമുള്ള ഒരു മനുഷ്യനാണ്. ഈ വ്യക്തി വൈരാഗ്യമുള്ള ഒരു മനുഷ്യൻ ഒരു ഓഡിയോ ക്ലിപ്പ് കൊണ്ട് പോലീസിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ ഓഡിയോ ക്ലിപ്പിനകത്ത് ദിലീപ് മദ്യപിച്ചുകൊണ്ട് ചില ഗൂഢാലോചനകൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നൊരു കേസ്, അതായത് പോലീസുകാരെ എന്ത് ചെയ്യുന്നു, പോലീസുകാരെ അപായപ്പെടുത്താൻ ദിലീപ് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് വേറൊരു കേസ് എടുക്കുന്നു. ആ പോലീസുകാരനൊക്കെ എന്തോ ബിജു പൗലോസോ അങ്ങനെ എന്തോ ആ പോലീസുകാരൻ്റെ പേര് ബൈജു പൗലോസോ സംതിങ് ലൈക്ക് ദാറ്റ്. ആ പോലീസുകാരെന്ന് ചമ്മി നാറി ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. സ്വാഭാവികമായിട്ടും ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അയാളൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരു മനുഷ്യനായിട്ട് നിൽക്കുന്ന ആൾ അയാളുടെ സ്വകാര്യതയിൽ 2 പെഗ്ഗൊക്കെ അടിച്ചു കഴിഞ്ഞ ശേഷം എന്നെ ഇതിൽ കുടുക്കിയതാണ്. ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല, പറയും. ഞാനാണെങ്കിലും പറയും. എന്നെ കുടിക്കിയതാണെങ്കിൽ ഞാൻ പറയും. അപ്പോൾ ഇതെടുത്തുകൊണ്ട് പോലീസിൻ്റെ കൈകൾ ആ രീതിയിൽ വരെ അയാളെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജോർജ് കുട്ടിയെ ദൃശ്യത്തിൽ ട്രേസ് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ ഗീതാ പ്രഭാകർ. അതുപോലെ ഒരു സ്വകാര്യ, അത് സ്വന്തം നിഴലിനെ പോലും ദിലീപിന് ആ സമയത്ത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ദിലീപിനെ പീഡിപ്പിച്ച് കഴിഞ്ഞ ശേഷം പോലും ഒരു തെളിവും കിട്ടിയില്ല. ഒരൊറ്റ തെളിവ്, ഒരു തെളിവിൻ്റെ ഒരു കണികയെങ്കിലും
അതുപോലും കിട്ടിയില്ല എന്നുള്ളതാണ്. രക്തം, മലം, കഫം, ഈ റിപ്പോർട്ടർ ചാനലാണെങ്കിൽ ദിലീപിൻ്റെ മലം വരെ ചകഞ്ഞ് നോക്കി എന്നുള്ളതാണ്. എന്നിട്ട് പോലും റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർമാർക്ക് ഒന്നും അതിനകത്ത് നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോൾ ഇവർ പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു ലോജിക്കാണ് കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അതായത് 6 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടും ഇരയ്ക്ക് ഇവിടെ നീതി കിട്ടി എന്ന് പറയുന്ന ആൾക്കാരില്ല. പക്ഷേ ദിലീപിനെ ശിക്ഷിക്കാത്തത് കൊണ്ട് നീതി കിട്ടിയിട്ടില്ല എന്ന് 8ാമത്തെ പ്രതിയാണ് ദിലീപ്. ഈ 8ാമത്തെ പ്രതിയായിട്ടുള്ള ദിലീപിനെ മാത്രം ശിക്ഷിച്ച് കഴിഞ്ഞ് ഈ 6 പ്രതികളെയും വെറുതെ വിട്ടെങ്കിൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ കമാന്നൊരു അക്ഷരം മിണ്ടില്ലായിരുന്നു. ഇവിടെയുള്ള മാധ്യമങ്ങൾ ഈ 6 പ്രതികളുണ്ടല്ലോ, പൾസർ സുനി അടക്കമുള്ള 6 പ്രതികളെ വെറുതെ വിടണം, എന്നിട്ട് ദിലീപിനെ മാത്രം ശിക്ഷിക്കണം. അതായത് ഇവർ കോടതിയോട് നിഷ്കർഷിക്കുകയാണ് ഇങ്ങനെ ചെയ്യണം. ചെയ്യാത്ത പക്ഷം കോടതിയെ അങ്ങ് അപമാനിക്കുകയാണ്. ജഡ്ജി ദിലീപ് വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നു, ജഡ്ജിക്ക് ദിലീപ് പൈസ കൊടുത്തു കാണും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിംവദന്തികൾ അടിച്ചിറക്കുകയാണ്. ഈ സുപ്രീം കോടതിയിൽ അപ്പീലായിട്ട് പോകുമെന്ന് പറയുന്നത്, അവിടെ പോയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന, അതായത് ദിലീപാണ് യഥാർത്ഥ ഇര എന്നുള്ളത് സത്യമാണ്. പിന്നെ അതിജീവിത, അതും ഇര. അപ്പോൾ 2 ഇരകളാണ് ഇതിനകത്തുള്ളത്. നിങ്ങളാണ് ഇതിലെ വേട്ടക്കാർ. മാധ്യമങ്ങളെ പുറകെ നിൽക്കുന്ന ആ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ എക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, ദിലീപിനെ തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ദിലീപ് ഒരു വടവൃക്ഷമായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ദിലീപ് ഒരു നടനായിരുന്നു, അതുകൊണ്ട് തന്നെ ആ സംഘടനയിലുണ്ടായിരുന്നു. ഒരു പ്രൊഡ്യൂസറായിരുന്നു, അതുകൊണ്ട് ആ സംഘടനയിലുണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ സംഘടനയിലുണ്ടായിരുന്നു. എല്ലാ സംഘടനയിലും ദിലീപ് ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ വളർച്ച, ഒരു മനുഷ്യൻ അങ്ങനെയാണ്. ഒരു മനുഷ്യൻ വളരുമ്പോൾ ആ മനുഷ്യന് ശത്രുക്കൾ വരും. ഇപ്പോൾ നമ്മുടെ ശാന്തിവള ദിനേശ് അണ്ണായി ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ കൊച്ചിലെ ചായ അടിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പോൾ വന്നിട്ട് എടേ മോദി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സ്വാഭാവികമായിട്ടും അങ്ങനെ വിളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം മോദി കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അസൂയ വരും. ഇത് മനുഷ്യ സഹജമാണ്. അസൂയ എന്ന് പറഞ്ഞൊരു സാധനം വരും. അങ്ങനെ ഒരു സാധനം വരുമ്പോൾ ദിലീപിൻ്റെ പതനത്തിനായിട്ട് 100,000 ആൾക്കാർ കാത്തിരിക്കും. അങ്ങനെ ഇതെല്ലാവർക്കും സംഭവിക്കാം കേട്ടോ. വിജയിച്ച് നോക്കൂ. അതായത് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാനൊന്ന് പരിശ്രമിച്ച് നോക്കൂ. അങ്ങനെ പരിശ്രമിച്ച് നോക്കുമ്പോൾ 100 പേര് പിടിച്ച് പിറകിൽ നിന്ന് വലിക്കാനായിട്ട് കാണും. അതായത് നിങ്ങൾ പരാജയപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചല്ല ആ സമയത്ത് നിങ്ങൾക്ക് ആൾക്കാർ ഉപദേശം തരാനായിട്ട് വരുന്നത്. അയ്യോ എവനെങ്ങാനും വിജയിച്ചു പോയാലോ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നിൽക്കുന്ന ലെവലിൽ തന്നെ ഇവന് നിന്നാൽ, അങ്ങനെ നിങ്ങൾ വിജയിച്ച് മുന്നേക്ക് പോയാൽ ഈ താഴെ നിൽക്കുന്ന നിങ്ങളുടെ മിത്രം തന്നെ പിന്നീട് നിങ്ങളുടെ ശത്രുവായിട്ട് മാറും. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് വിജയിക്കുന്നവരുടെ ഒരു ബേസിക് തിയറിയാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ വിജയിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഒറ്റപ്പെടൽ അഥവാ സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ആ റിപ്പോർട്ടർ ചാനൽ ദിലീപിൻ്റെ വീടിൻ്റെ മണ്ടയിൽ കൂടെ ഡ്രോൺ പറത്തുന്നു. റിപ്പോർട്ടർ ചാനൽ ഈ ഡ്രോൺ പറത്തുമ്പോൾ ഒരു മനുഷ്യനൊരു സ്വകാര്യത എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ? ഞാനൊക്കെ സത്യം പറയട്ടെ, ഈ ദിലീപിൻ്റെ ഈ കേസ് കാണുമ്പോൾ എനിക്ക് മൈക്കിൾ ജാക്സൻ്റെ കേസാണ് ഓർമ്മ വരുന്നത്. 1958 മൈക്കിൾ ജാക്സൺ ജനിച്ച് 82 തൊട്ട് മൈക്കിൾ ജാക്സൻ്റെ ടൈം തുടങ്ങി. അതിന് മുമ്പുണ്ട് 79 ഓഫ് ദ വാൾ ഇറക്കി, 82 ത്രില്ലർ ഇറക്കി, അപ്പോൾ തന്നെ 8 ഗ്രാമി കിട്ടി. മൂൺ വാക്ക് ബില്ലിജിയിലൂടെ കൊണ്ടുവന്നു. 87 ബാഡ് ഇറക്കി, 6 സിംഗിള് ബിൽ ബോർഡിൽ നമ്പർ 1 ആയിട്ട് വന്നു. അങ്ങനെ ചരിത്രത്തിൽ ഇതുവരെയൊന്നും ആ സമയത്ത് ആർക്കും വന്നിട്ടില്ല. 93 ആയപ്പോൾ മൈക്കിൾ ജാക്സൺ പിന്നെ ഡേഞ്ചറസ് ഇറക്കി. 91 തോന്നുന്നു മൈക്കിൾ ജാക്സനെതിരെ ഒരു പീഡനാരോപണം വരുന്നു. അതോടുകൂടി മൈക്കിൾ ജാക്സൻ്റെ കരിയർ തീർന്നു. പിന്നെ പാപ്പരാസികൾ മൈക്കിൾ ജാക്സൻ്റെ പുറകെയായിരുന്നു. ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് പിന്നെ മൈക്കിൾ ജാക്സൺ ഹിസ്റ്ററി ഇറക്കി. പിന്നെ 2005 MJ കുറ്റവിമുക്തനായിട്ട് വരുന്നത്. പിന്നെ 2009 അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തിയപ്പോഴാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ മരണപ്പെടുന്നത്. അതാണ് സംഭവിച്ചത്. അപ്പോൾ ആ സമയത്ത് പാപ്പറാസികൾ മൈക്കിൾ ജാക്സനെ ആക്രമിച്ചൊരു രീതിയുണ്ട്. MJ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു ആ സമയത്ത്. അപ്പോൾ മൈക്കിൾ ജാക്സനുമായിട്ട് ദിലീപിനെ ഒന്ന് കമ്പയർ ചെയ്യുന്നില്ല, കേസിൻ്റെ സ്വഭാവം പറഞ്ഞാണ്. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ദിലീപിനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദിലീപിനെ ഇങ്ങനെ നിരന്തരം ആക്രമിക്കുകയാണ്. ഇപ്പോഴും ഇവർ പറയുന്നത് നടിക്ക് നീതി കിട്ടിയിട്ടില്ല, ആ നടിക്ക് നീതി കിട്ടിയിട്ടില്ല. ഞാൻ പറയുന്നു നടിക്ക് നീതി കിട്ടിയിട്ടുണ്ട്. ഇനി നീതി കിട്ടാനുള്ളത് ദിലീപിനാണ്. ദിലീപിനെ നീതി നിഷേധിച്ചവരാണ് ഇനി നിയമത്തിന് മുമ്പിൽ വരേണ്ടത്. പല ചാനലുകളും പറയുന്നുണ്ട് ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ വളരെ പാടാണ് എന്നൊക്കെ പല ചാനലുകളും ഇരുന്ന് തള്ളുന്നുണ്ട്. ഗൂഢാലോചന വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കാൻ പാടാണ്, മറ്റതാണ് മറിച്ചതാണ് ചക്കയാണ്. ഒരു പാടുമില്ല ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ. ഗൂഢാലോചന നടത്തിയിരിക്കുന്ന ആ സ്ഥലം, സാഹചര്യം, അല്ലെങ്കിൽ തെളിവിൻ്റെ എന്തെങ്കിലും ഒരു കണിക കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ ഈ ഗൂഢാലോചനയിൽ. പിന്നെയാണല്ലോ അതിൻ്റെ മേൽ വാദം നടക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ സാധനം, ദിലീപും പൾസർ സുനിയും തമ്മിൽ മീറ്റ് ചെയ്ത ഒരു സ്ഥലമെങ്കിലും പോട്ടെ, ആ സ്ഥലത്തെ ഒരു മണൽത്തരി
കാര്യമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമല്ലോ. ഇതൊന്നും സാധിച്ചിട്ടില്ല. പൾസർ സുനി ജയിലിൽ ഇരുന്ന് ഒരു കത്ത് എഴുതുന്നു. ഈ കത്ത് സ്വാഭാവികമായിട്ടും പോലീസ് തുറന്ന് വായിച്ചിട്ടല്ലേ പുറത്തോട്ട് പോകൂ. ഈ കത്തിനകത്ത് ദിലീപിൻ്റെ ഒരു പരാമർശമുണ്ട്. അങ്ങനെയാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. എന്തായാലും ഇന്ന് ദിലീപ് കുറ്റവിമുക്തനായിരിക്കുകയാണ്. ഇപ്പോഴും ദിലീപ് കുറ്റക്കാരനാണ്, 8ാം പ്രതിയായിട്ടുള്ള. പൾസർ സുനിയൊന്നും അവർക്ക് വേണ്ട. ദിലീപ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞാണ് പല ആൾക്കാരും നടക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിന് ഇവർ ഈ പൊടിപ്പും തൊങ്ങലും മസാലയൊക്കെ ചേർക്കാനായിട്ട് ഈ അതിജീവിത ദിലീപിൻ്റെ ഭാര്യയായിട്ട്, മഞ്ജു വാര്യർ ഭാര്യയായിരുന്നപ്പോൾ കാവ്യ മാധവനുമായിട്ടുള്ള വിഷയം പോയി പറഞ്ഞു കൊടുത്തു. അതിൽ ദിലീപിന് അതിജീവിതയോട് അതിഭീകരമായിട്ടുള്ള വൈരാഗ്യമുണ്ടായി എന്നുള്ള പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള കഥകളൊക്കെ ഇറക്കുന്നുണ്ട്. അതൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവന്മാരുടെ ഉദ്ദേശവും വേറെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ കോടതി പറഞ്ഞു. ഇപ്പോൾ ഞാൻ എന്തോ പറയട്ടെ, കോടതി എന്താ പറഞ്ഞത്? കോടതി പറഞ്ഞു ദിലീപ് കുറ്റവിമുക്തനാണെന്ന്. അതാണ് അന്തിമം. ദിലീപ് കുറ്റവിമുക്തനാണ്. ദിലീപ് കുറ്റവിമുക്തനായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ദിലീപ് തിരിച്ചു വരണം. ദിലീപിൻ്റെ ഒരു സിനിമയുടെ ട്രെയിലർ എന്ന് ഇറങ്ങിയിട്ടുണ്ട്. സൂപ്പർ പടമായിരിക്കും. മോഹൻലാലുണ്ട്. ബ എന്നാണ് ആ സിനിമയുടെ പേര്. ഭയം, ഭക്തി, ബഹുമാനം. ആ ഒരു പഴയ സെറ്റപ്പിലേക്ക് ദിലീപ് എത്തുകയാണ്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ദിലീപ് അങ്ങനെ തിരിച്ചു വന്നാലും കേരളത്തിലെ ഈ മാധ്യമപ്രവർത്തനവും ഈ ഫിലിം റിവ്യൂയിങ്ങും എല്ലാം ഉണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയയിലെ ഫിലിം റിവ്യൂയിങ് ഒക്കെ ഈ കപട കമ്മ്യൂണിസ്റ്റ് സദാചാരവാദികളുടെ കയ്യിലാണ്. ഇപ്പോൾ അശ്വന്ത് ഗോക്ക എന്നാലും ശരി തന്നെ, പിന്നെ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ, ഇവരെല്ലാം അച്ചം പുച്ചം ദിലീപിനെതിരാണ്. ഒരു സിനിമ മോശമാണെങ്കിൽ മോശമാണെന്ന് പറയുന്നത് തെറ്റില്ല. ഞാനും പറഞ്ഞിട്ടുണ്ട്. ദിലീപിൻ്റെ മറ്റേ നാദൃശയുടെ അവസാനം ഒരു പടം ഇറങ്ങിയല്ലോ, കേശു വീടിൻ്റെ നാഥൻ. ആ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൂറ പടമായിരുന്നു. അതുകൊണ്ട് ഞാൻ മോശമാണെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശേഷം ദിലീപിൻ്റെ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി, സോഷ്യൽ മീഡിയയിൽ ഇവരെ പോലുള്ള ആൾക്കാരെ വിമർശിക്കുന്നത്. അത് നല്ല സിനിമയായിരുന്നു. അത് നല്ല ഗംഭീരമായിട്ടുള്ള സിനിമയായിരുന്നു. അത് കണ്ടിട്ടും കുറ്റം പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഞാൻ ആസ്വദിച്ചു. അത് കണ്ട ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, അയ്യോ ഇത് നല്ല സിനിമയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും കുറിവെച്ച് ദിലീപിനെ താക്കാനിരിക്കുന്നവരുണ്ട്. ഇനി ദിലീപ് അവരെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലത്ത് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കാം. അപ്പോൾ ശരി.